വക്കീലേ, പൊട്ടനെ തെറ്റി ചതിച്ച കെട്ടിയ ദൈവം ചതി. കേസ് പലതാണ്. ഒന്ന് മോഷണ കേസ്, പിന്നെ സത്യസന്ധനായ സർക്കാർ ഉദ്യോഗസ്ഥനാണല്ലോ കള്ളക്കേസ് കുടുക്കി ജയിലിൽ കയറ്റിയത്, അത് വേറെ. എന്തായാലും പുറത്തിറങ്ങാൻ കുറച്ച് സമയം. അതെ അണ്ണാ, ഈ ഗർഭിണി ആയതിന് വേറെ എന്തെങ്കിലും കേസുണ്ടോ? അങ്ങനെ പ്രത്യേകിച്ച് കേസൊന്നുമില്ല, പക്ഷെ ഒരു ഫ്രീ ഗിഫ്റ്റ് കിട്ടും. ഒരു കുഞ്ഞു ബാങ്ക് ഉദ്യോഗസ്ഥ വീടിനുള്ളിൽ കൊല്ലപ്പെട്ട നിലയിൽ മങ്കര സഹകരണ ബാങ്കിലെ ക്ലാർക്കായ നിരോഷയാണ് ഇന്ന് വൈകുന്നേരം 5:30 മണിയോടെ ദർശൻ നഗറിലെ വിലയിൽ വെടിയേറ്റ് കൊല്ലപ്പെട്ട നിലയിൽ കാണപ്പെട്ടത്. രഹസ്യ സന്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് സംഘം മുൻവാതിൽ തള്ളി തകർത്ത് വീടിനുള്ളിൽ പ്രവേശിക്കുകയായിരുന്നു. മുൻ വൈരാഗ്യമാണ് കൊലപാതകത്തിന് കാരണമായതെന്ന് സാക്ഷിമൊഴിയിൽ നിന്നും പോലീസിന് വ്യക്തമായിട്ടുണ്ട്. നിരോഷയുടെ അയൽക്കാരിയായ വിശാലാക്ഷി അമ്മ ഇപ്പോൾ നമ്മോടൊപ്പമുണ്ട്. ഏകദേശം ഒരു 4 മണിയായി കാണും. ഗോവിന്ദൻകുട്ടി വീടിന്റെ ഗേറ്റിന്റെ അവിടെ പമ്മി നിൽക്കുന്ന കണ്ടു. കുറച്ചു കഴിഞ്ഞപ്പോ ഈ പെക്കൊച്ചും വന്നു. കുറെ നേരം അവരവിടെ നിന്ന് സംസാരിക്കുന്ന കണ്ടു. പിന്നെ ഞാൻ കുളിക്കാനങ്ങ് പോയി. കൊല്ലാനായിട്ടാവും വന്നതെന്ന് നമുക്ക് അറിഞ്ഞുകൂടായിരുന്നു. പലതവണ ഭീഷണിപ്പെടുത്തിയിട്ടും തനിക്കെതിരെയുള്ള കേസ് പിൻവലിക്കാനുള്ള ഇത് വല്ലാത്തൊരു ചതിയായി പോയല്ലോ. പിന്നെ പറ്റാത്തൊരു തലവിധിയാണ്. ഇനിയിപ്പോ കൊലക്കേസും കൂടെ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ, അപ്പൊ അതുമായി. താൻ പേടിക്കണ്ടോ, ഈ കിളവിന്റെ സാക്ഷിമൊഴി കൊണ്ടൊന്നും തന്നെ ഒരു ചുക്കും ചെയ്യാൻ പറ്റും. 50 ലക്ഷത്തിന് മോഷണം, വിൽപ്പനയുമായുള്ള അതിന്റെ ബന്ധം താൻ സേഫാണ്. തമ്പിയാ എന്താ ചോദിച്ചു? അതോ ഗോവിന്ദൻകുട്ടിയുടെ തൽക്കാലം ഒന്ന് മാറി നിൽക്കാൻ പറ, പോലീസ് പറയുകയാണ്. ശരി ശരി, ആ ഞാൻ വിളിക്കാം. എന്താ പറഞ്ഞു? പോലീസ് പിന്നാലുണ്ട്. ഗോവിന്ദൻകുട്ടിയോട് മാറിക്കാൻ പറഞ്ഞു. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നമസ്കാരം സാർ. ആഹാ, എല്ലാരും ഉണ്ടല്ലോ. വാ ഗോവിന്ദൻകുട്ടി, വന്ന് വണ്ടി കയറ്. അല്ല സാർ, അത് പിന്നെ ഗോവിന്ദൻകുട്ടി സാർ ഞങ്ങളുടെ കൂടെ ഉണ്ടോ സാർ? സാർ നോ, ഒരു തെറ്റും ചെയ്യാതെ ഒരാളെ പോലീസ് കൊണ്ടുപോകാന്ന് വെച്ചാ എന്നാ പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് സാറേ. സാർ ഇത് നമുക്ക് പിന്നെ സാർ പേടിക്കണ്ട. ഞങ്ങൾ തമ്പിയോട് പറഞ്ഞോ സാർ. സാർ ഞങ്ങൾക്ക് അറിയാവുന്ന സാർ. സാർ സ്ത്രീ സമത്വ വേദിക്ക് എന്തുകൊണ്ടും ആഹ്ലാദിക്കാവുന്ന ഒരു സുദിനമാണ് ഇന്ന്. സന്തോഷവും ശാന്തിയും സമാധാനവും കളിയാടിയിരുന്ന ഈ ജനമൈത്രി നഗർ കാഴ്ചപ്പാട് ഗോവിന്ദൻകുട്ടി എന്നൊരു കാബാലികന്റെ രംഗപ്രവേശത്തോടെ രക്തപങ്കിലമായി മാറി. പല പല വേഷങ്ങളിലാണ് അയാൾ നമ്മളുടെ മുന്നിലേക്ക് അവതരിച്ചത്. ആദ്യം വെറും ഒരു നിർദോഷിയായ കാഴ്ചപ്പാട്, പിന്നെ ഒരു സ്ത്രീ വിദ്വേഷൻ, അടുത്തപടി കാമഭ്രാന്തനായ ഒരു സ്ത്രീ പീഡനക്കാരൻ, ഇപ്പോഴിതാ ക്രൂരനായ ഒരു കൊലപാതകൻ. ഈ കൊടും ക്രിമിനലിനോടൊപ്പം നമ്മുടെ ഈ കോളനിയിൽ താമസിക്കേണ്ടി വന്നു എന്നാലോചിക്കുമ്പോ എന്റെ ശരീരം അടിമുടി വിറകൊള്ളുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ കാബാലികനെ തൂക്കിലേറ്റി കാണുക എന്നുള്ളത് ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നീ പരാതി പറഞ്ഞതല്ലേ, ഗോവിന്ദൻകുട്ടി ജയിലിൽ കിടന്നപ്പോ ഞാൻ കൊണ്ടുപോയി കാണിച്ചില്ലെന്ന്. ഇപ്പോൾ ആ ജയിൽ സെല്ലുണ്ട്. വാ, വന്ന് കണ്ണുനിറയെ കണ്ടിട്ട് വരാം. ഇവിടെയല്ല, പുറകിലെ പുറകിലെ. സ്ത്രീ സമത്വവേദി, ഗോവിന്ദൻകുട്ടി സ്ത്രീ സമത്വവേദി. വസുന്ധരാജിയെ പുറത്തുവിടുക. പോലീസിനെ കടത്തുക. സ്ത്രീ നീതി ഉറപ്പാക്കുക. പോലീസ് നീതി പാലിക്കുക. പോലീസ് നീതി പാലിക്കുക. ഇപ്പൊ കാണാൻ പറ്റില്ല. നിങ്ങൾ SI വിളിക്കുന്നു. നിങ്ങളും വരും. എന്റെ കുഞ്ഞിനെ അവർ ഉപദ്രവിക്കുവോ? പാവം, ഒരു തെറ്റും ചെയ്തിട്ടില്ല അവൻ. നീ സമാധാനമായിരിക്കും ലക്ഷ്മി. അവിടെ തമ്പി ഉണ്ടല്ലോ, അയാൾ നോക്കിക്കോളും. ആഹാ, ആരൊക്കെയത്? ജനമൈത്രി കോളനി മൊത്തം ഉണ്ടല്ലോ. വന്നാട്ടെ വന്നാട്ടെ, ഇരുന്നാട്ടെ. അയ്യോ, കസേര കുറവാണല്ലോ, അതുകൊണ്ട് നേരെ അങ്ങ് നിന്നാട്ടെ. വസുന്ധര കൊലപ്പുള്ളി ഗോവിന്ദൻകുട്ടിയെ കാണാൻ വന്നതാ. നിങ്ങൾ ആരെ കാണാൻ വന്നതാണാവോ? നിരോഷ കൊല്ലപ്പെട്ടതൊക്കെ അറിഞ്ഞു കാണുമല്ലോ അല്ലേ? എന്തായിരുന്നു ആ കച്ചവടത്തിൽ നിങ്ങളുടെ ലാഭം? ഒരു കാര്യവുമില്ലാതെ ആരും ആരെയും കൊല്ലില്ലല്ലോ. അതിസുന്ദരിയായ നിരോഷയോടെ സിസിലിക്ക് അസൂയായിരുന്നു. യശോദയ്ക്ക് അവളുടെ ഭാരിച്ച സ്വത്തിനോടായിരുന്നു താല്പര്യം. ഗംഗാദേവിക്ക് അവളുടെ സുന്ദരനായ കാമുകനോടായിരുന്നു കമ്പം. വസുന്ധര പിന്നെ സമത്വവാദി പ്രസ്ഥാനത്തിനു വേണ്ടി ഒരു ഇരയെ തേടി നടക്കുകയായിരുന്നു.
അതെല്ലാം എനിക്ക് മനസ്സിലാവും. പക്ഷേ നിങ്ങൾ എന്തിനവളെ കൊന്നു? ഞങ്ങളല്ല. അപ്പോ നിങ്ങളല്ലേ? ഛെ, 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 ഛെ. ഞാൻ വെറുതെ സംശയിച്ചു. നിങ്ങൾ അങ്ങോട്ട് മാറി നിൽക്കേ. മാറി നിൽക്കേ. അവരല്ലെന്ന് പറഞ്ഞു. അപ്പോ പിന്നെ നിങ്ങളാണോ? തമ്പി എണ്ണ കുപ്പി വണ്ടിയിലുണ്ട്, എടുക്കട്ടെ. സാറേ എന്നെ തല്ലല്ലേ, ഞാനൊരു ഉറുമ്പിനെ പോലും സൂക്ഷിച്ചിട്ടില്ല, സത്യം. പിന്നാരെ കേശവനോ? എന്നാലും കേശവൻ നീ ആള് കൊള്ളാലോ. ഈ വയസ്സാം കാലത്ത് കൊച്ചു പെമ്പിള്ളേരാണോ നിന്റെ ഫിറ്റ്നസ്? അല്ല തമ്പി, അത് ഞാൻ. തമ്പിയോ? ആരാണ് നിന്റെ തമ്പി? വേലുത്തമ്പി. SI വേലുത്തമ്പി. വക്കീൽ എന്ത് പറയുന്നു? ഇതേതാ വകുപ്പ്? IPC 302. അപ്പോ ബലാത്സംഗം IPC 376. അപ്പോ വകുപ്പെല്ലാം എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇനി പറ, ആരെ, എപ്പോൾ, എങ്ങനെ, എന്ത്? മറുപടിയില്ല. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഓരോ ചായ കുടിക്കാം. സാവിത്രി, എങ്ങനെയുണ്ട് ഡിസൈൻ? ഇഷ്ടപ്പെട്ടു? ഇതാരുടെയാണെന്ന് മനസ്സിലായോ നിനക്ക്? കല്യാണ നിശ്ചയത്തിന് ഞാനിട്ട് തന്ന മോതിരം നിനക്ക് ഓർമ്മയില്ലേ? സാവിത്രി, പറയടി. എത്ര കാലം ഇത് പറഞ്ഞിങ്ങനെ മുങ്ങി നടക്കും? തിങ്ക് ഓഫ് എ പെർമനന്റ് സൊല്യൂഷൻ ഫോർ ദിസ് പ്രോബ്ലം. ടെർമിനേറ്റ് ഹെയർ. അവസാനിപ്പിക്കുക. സഹകരണ ബാങ്കിൽ നിന്ന് 50 ലക്ഷം രൂപ. ഇതിനെ എവിടെ കൊണ്ടുപോയി കളയും? Don't bother your head about that. That you leave to me. I'll take care of it. സമാസമം. അവളുടെ ഒരു സ്ത്രീ സമത്വം. കാമപ്രാന്ത് തീർക്കാൻ കണ്ടെത്തുന്ന ഓരോ വേഷം കെട്ടേ. ഇത് നിന്റെ മാത്രം പ്രശ്നമല്ല, 40 കഴിഞ്ഞ കൊച്ചമ്മമാർക്കൊക്കെ ഇപ്പൊ ഇതൊരു ഫാഷനാ. എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് ചേറ്റകള് എന്ന് വെച്ച് എല്ലാ പെണ്ണുങ്ങളും ഒരുപോലെയാണെന്ന് ഞാൻ പറയില്ല. കുടുംബത്തിൽ പിറന്ന പെങ്കൊച്ചുങ്ങളും ഉണ്ട്. ഈ കേസിൽ നിർണായകമായ ചില തെളിവുകൾ തന്ന് ഞങ്ങളെ സഹായിച്ചതും ഒരു പെണ്ണാണ്. ആ പെണ്ണുങ്ങളെല്ലാരും കൂടെ ഞങ്ങളെ ചതിച്ചതാ. ഗോവിന്ദൻകുട്ടി സാറ് എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ ഒരു ദിവസം വീട്ടിൽ വന്നപ്പോ സാറിനെ കേസിൽ പെടുത്തിയതാ. സഹകരണ ബാങ്കിൽ നിന്ന് 50 ലക്ഷം രൂപ. ഹലോ. ഗോവിന്ദൻകുട്ടിയുടെ അറസ്റ്റ് ഒരു നാടകമായിരുന്നു. പ്രതി പിടിയിലായെന്ന തെറ്റിദ്ധാരണയിൽ ഇവനും എവളും കൂടി അങ്ങ് അർമാദിക്കാൻ തുടങ്ങി. ഞങ്ങൾ ഇവളുടെ സകല ടെലിഫോൺ കോൾസും ടാപ്പ് ചെയ്തു. തോക്ക് ഫിംഗർ പ്രിന്റ് എക്സ്പേർട്സിന് കൈമാറിക്കഴിഞ്ഞു. നിരോഷയുടെ ഭ്രൂണത്തിന്റെ DNA റിപ്പോർട്ട് കൂടി കിട്ടിക്കഴിഞ്ഞാൽ കാര്യങ്ങൾക്കൊരു തീരുമാനമാകും. അല്ല, നമ്മുടെ കഥാനായകൻ എവിടെ? ഗോവിന്ദൻകുട്ടി, ബുദ്ധിമുട്ടിച്ചതിൽ ക്ഷമിക്കണം. എല്ലാ സഹായങ്ങൾക്കും നന്ദി. ഇനി ചടങ്ങ് വല്ലതും ബാക്കിയുണ്ടോ തമ്പി? ഒഫീഷ്യൽ മാറ്റേഴ്സ് എല്ലാം കഴിഞ്ഞു. ഇനി കുറച്ച് ഫാമിലി മാറ്റേഴ്സ് ഉണ്ട്. ആ ചാനലുകാർക്ക് വേണ്ടത് കൊടുത്തേക്ക്, ഇല്ലെങ്കിൽ അവറ്റ കിടത്തി പൊറപ്പിക്കില്ല. എന്നാ ഞാൻ വിട്ടോട്ടെ? ശരി ശരി. അതെ ഗോവിന്ദൻകുട്ടി, ഇവള് ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്കും ഞാൻ റിട്ടയർ ആവും. എന്നെ പശ്ചാത്തപിച്ചിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് ഞാനൊന്ന് അർമാദിക്കാൻ പോവാ. അയ്യോ തമ്പി സാറേ, അപ്പൊ ഞങ്ങളോ? ആഹാ, നിങ്ങൾക്കും അർമാദിക്കണം. പോലീസ് സ്റ്റേഷനല്ലേ? ഇടിക്കാനല്ലടാ പോലീസ് സ്റ്റേഷൻ.